ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ കാണത്തില്ല അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഫ്ലവറിംഗ് പ്ലാന്റ്സിനെയാണ് പരിചയപ്പെടുത്തുന്നത്. തുടക്കക്കാർക്കൊക്കെ എളുപ്പത്തിൽ വളർത്താൻ സാധിക്കുന്ന ഈ ചെടികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ നമ്മുടെ ചെടി ഈജിപ്ഷ്യൻ സ്റ്റാർ ഫ്ലവറാണ്. പണ്ട് മുതലേ നമ്മൾ വീടുകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ചെടിയാണ്. ഒരുപാട് വെറൈറ്റീസ് ഉള്ള ഈ ചെടിയെ വളർത്താൻ വളരെ എളുപ്പമാണ്. നമ്മൾ സാധാരണ ഇതിൻ്റെ കമ്പൊക്കെ നട്ടാണ് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇളം വെയിലും ഇഷ്ടപ്പെടുന്ന ചെടി കൂടെയാണ്. പിന്നെ തേനീച്ചകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചെടിയെ. അടുത്ത പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എപ്പിസിയാണ്. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. അതുമാത്രമല്ല ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ള ഈ ചെടിയും വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ അഴുകിപ്പോകുമെന്നുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഈ ചെടിയിൽ നിന്ന് നമുക്ക് ഉണ്ടാകുകയില്ല. പിന്നെ ഇതിൻ്റെ തണ്ടും അതുപോലെ ഇലകളും ഒക്കെ നട്ടുകൊടുത്തു കഴിഞ്ഞാൽ പുതിയ പുതിയ തൈകളൊക്കെ ഉണ്ടാവുന്നതാണ്. സോ ഇളം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ ഈ ചെടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം പൂക്കൾ ഇതിനകത്തും ഉണ്ടാവുന്നതാണ്. മിനിയേച്ചർ ആന്തൂര്യത്തിനാണ് ഡിമാൻഡ് കൂടുതലെങ്കിലും നോർമലായിട്ടുള്ള നമ്മുടെ ഈ ആന്തൂര്യം ചെടികൾ വളർത്താനാണ് ഏറ്റവും എളുപ്പം. എനിക്ക് അത്ര എളുപ്പമായിട്ട് തോന്നിയിട്ടില്ല ഈ മിനിയേച്ചർ പ്ലാന്റിനെ വളർത്തുന്നത്. പിന്നെ ഈ ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നട്ടുകൊടുത്ത് 2-3 മാസത്തിനുള്ളിൽ തന്നെ ഒരുപാട് തൈകൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുകയും അതുപോലെ പൂക്കൾ ഒരുപാട് നാളുകൾ നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണ് ആന്തൂര്യം ചെടികൾ. ഇലകളും പൂക്കളും കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ബെഗോണിയ. ഒരുപാട് നാൾ ഇതിൻ്റെ പൂക്കൾ നിൽക്കാറുണ്ട്. ഇപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാറുള്ള ചെടിയാണ്. പിന്നെ കുറച്ച് വെയിൽ കൊടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. നമ്മൾ 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴേ കുറച്ച് ഫെർട്ടിലൈസേഴ്സ് ആയിട്ടുള്ള നമ്മുടെ കമ്പോസ്റ്റോ ചാണകമോ ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഇലകളുടെ ഭംഗി കണ്ടാണ് പലപ്പോഴും നമ്മൾ ചെടി വാങ്ങിക്കുന്നത്. എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നല്ലപോലെ ഫ്ലവേഴ്സൊക്കെ വരാറുണ്ട്. എല്ലാ ബെഗോണിയ പ്ലാന്റിലും ഫ്ലവേഴ്സ് വരണമെന്നില്ല കേട്ടോ. ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചെടിയാണ് കേട്ടോ ഈ പിങ്ക് ലേഡി. ആക്ച്വലി ഞങ്ങൾ ഈ ചെടി വാങ്ങിച്ചിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പക്ഷേ എന്ത് ഫാസ്റ്റ് ആയിട്ടാണെന്ന് അറിയാമോ ഈ പ്ലാന്റ് വളരുന്നത്. അതുപോലെ ഞങ്ങൾ ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് ഹാങ്ങിങ് പ്ലാന്റിൽ സെറ്റ് ചെയ്തു. നല്ലപോലെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. വൈറ്റ് പോട്ടിലൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലാന്റാണിത്. തണ്ട് നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചകിരിച്ചോറ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് റൂട്ട് ഇതിനകത്ത് നിന്ന് വരികയും പ്ലാന്റ് പെട്ടെന്ന് വളരുകയും ചെയ്യും. നമ്മുടെ ഈ പ്ലാന്റ്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ സെയിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള വ്യക്തികൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സൊക്കെ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. ഹാങ്ങിങ് പ്ലാന്റിലെ ബെസ്റ്റ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസുമായി ഇനി നമുക്ക് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്.